എക്സ്പീരിയൻസ് ഒക്കെ വെരി നൈസ്. എല്ലാരും വിസിറ്റ് ചെയ്യണം ഷോപ്പ്, നല്ല ഭംഗിയാ. ഇത്രയും സോഷ്യൽ മീഡിയ ഇത്ര ഫാൻസ് ഇത് എങ്ങനെയാ ഉണ്ടാക്കിയെടുത്തേ? അതിന്റെ രഹസ്യം എന്താ? ഒന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല, ഒരിപ്പോ ഭയങ്കര ഇഷ്ടം ആൾക്കാർക്ക്. എന്താ പറയാനുള്ള അവരോട്? താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. അത്ര താങ്ക് യു. സിനിമയിൽ അഭിനയിച്ച് നമുക്ക് കാണാൻ പറ്റുമോ? പറ്റുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പറ്റട്ടെ, അങ്ങനെയൊക്കെ നടക്കട്ടെ. ഏതെങ്കിലും ഫ്യൂച്ചർ ചാൻസ് വന്നിരുന്നോ? എവിടുന്ന്? അങ്ങനെ ഒന്നും എനിക്ക് സൂട്ട് ആവുന്നതൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഞാൻ കോളേജൊക്കെ ഒന്ന് കഴിയട്ടെ. ഓക്കെ, താങ്ക് സിനിമ യു. വന്ന തത്തും അല്ലേ? സിനിമയിൽ വന്നു കഴിഞ്ഞാല് അല്ല അത്രയ്ക്ക് ഓഡിയൻസ് ഫാൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞു. താങ്ക് യു, താങ്ക് യു. ഇപ്പൊ എല്ലാവരുടെ ബ്രാൻഡ് ഇതിനകത്തുണ്ടല്ലോ, ഓരോ ഓരോ പ്രൊഡക്റ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ടല്ലോ. എല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ്, ഒരു കാറ്റഗറി നെയിമാണ്. അഹാന എന്താണ് പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാണ് അഹാനയുടെ പേര്? പ്രോഡക്റ്റ് ലോഞ്ച് അങ്ങനെയല്ല, ഇത് ഓബയോസിയുടെ ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഓബയോസിയിൽ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ഡിഫറെന്റ് ജ്വല്ലറി ആണെങ്കിലും ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ജ്വല്ലറി ഉണ്ട്. ഇപ്പോൾ ബ്രൈഡൽ ടൈപ്പ് ഉണ്ട്, ഡെയിലി വെയർ ടൈപ്പ് ഉണ്ട്. അപ്പം അതിനെ ദിയ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദിയ റീസെന്റ് സാരീസും തുടങ്ങിയിരുന്നു. അപ്പം ഇതിനെ കാറ്റഗറൈസ് ചെയ്തപ്പോൾ ഓരോന്നിന് അഹാന, ദിയ, ഇഷാനി, ഹൻസിക എന്ന് പേരിട്ടു മാത്രം. അല്ലാതെ പുതിയൊരു പ്രോഡക്റ്റ് തുടങ്ങി അങ്ങനെയല്ല. അത് ഓസിയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാലും ആക്ച്വലി ഒരുപാട് ബഡ്ജറ്റ് റേഞ്ചസിലുള്ള പ്രോഡക്ട്സ് ഉണ്ട്. അപ്പൊ അതിനെ കസ്റ്റമേഴ്സിന് ഈസി ആക്കാൻ വേണ്ടി വേർതിരിച്ച് കാറ്റഗറീസ് ആണ്. അതാണ് പേരിട്ടത്. അഹാനയുടെ പേരിൽ എന്തൊക്കെയാ ഉള്ളത്? എന്റെ പേരിൽ സാരീസ് ആണ്. റീസെന്റ് സാരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ബ്രൈഡൽ സാരീസ്, ബ്രൈഡൽ സാരീസ് ആണ് കൂടുതൽ. ബ്രൈഡൽ സാരീസ് മോസ്റ്റ്ലി അഫോർഡബിൾ, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ബ്രൈഡൽ സാരീസ് ആണ്. ഇൻഫാക്ട് ആയിട്ട് നമ്മൾ ഈ അടുത്ത് ഒരു വെഡിങ്ങിന്, നമ്മുടെ പരിചയത്തിലുള്ള ഒരാളുടെ വെഡിങ്ങിന് പോയപ്പോൾ കുറെ പേര് അവിടെ ഓസിയിൽ പർച്ചേസ് ചെയ്യുന്നത്. അപ്പം അതാണ് അഹാന എന്നുള്ള പേര്. ഷാനി എന്നുള്ളത് കൂടുതലും സൗത്ത് ഇന്ത്യൻ. ആക്ച്വലി അതാണ് എല്ലാവരും അന്വേഷിച്ച് വരുന്നൊരു ജ്വല്ലറി, സൗത്ത് ഇന്ത്യൻ. ഉപയോഗിച്ചിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ പീസസ് അതാണ് സൗത്ത് ഇന്ത്യൻ. പക്ഷെ അല്ല, ഇത്തവണ ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ ഹൻസിക എന്നുള്ളതിനകത്ത് അത് നോർത്ത് ഇന്ത്യൻസ് അത് നോർത്ത് ഇന്ത്യൻസ് ഇടുന്ന ടൈപ്പാണ്. ഫുൾ എക്സ്ക്ലൂസീവ് ഐറ്റംസ്, ലെഹങ്കയുടെ കൂടി ഇടുന്ന എന്താ പറയാനുള്ളത്? ഞാൻ നിങ്ങളെ പോലെ ആക്ച്വലി ആദ്യമായിട്ടാണ് കളികളെല്ലാം എല്ലാം കാണുന്നത്. ഫോട്ടോസിലൂടെ കണ്ടിട്ടുണ്ട്, അല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല. കാരണം വർക്ക് നടക്കുമായിരുന്നു. അപ്പോൾ ഞാനും ആക്ച്വലി അതൊക്കെ ഫുൾ നല്ല കണ്ടു വരുന്നേ ഉള്ളൂ, ഫുൾ കണ്ടില്ല. ബട്ട് വെരി വെൽ ഡൺ. ഇന്റീരിയേഴ്സും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ പേരിൽ ചെയ്തത് നല്ല രസമുണ്ട്. ആ ഐഡിയ ഓസിയുടെ അല്ലേ? അതെ, നല്ല രസമുണ്ട്. ഓരോ റൂമിലിങ്ങനെ ഓരോ പേരൊക്കെ വെച്ചിട്ട്. പണ്ട് ഓസിയുടെ ചെറിയൊരു സ്റ്റോർ ആയിരുന്നപ്പോൾ ആക്ച്വലി ഒരുപാട് പേര് ബ്രാൻഡ് ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ ഒരുപാട് പോപ്പുലർ ആയതുകൊണ്ട് ഇപ്പൊ ട്രിവാൻഡ്രത്ത് ഉള്ളവരല്ലാത്തവർ പോലും ട്രിവാൻഡ്രത്ത് വരുമ്പോൾ അവിടെ വന്ന് സാധനങ്ങൾ കണ്ട് ഒരുപാട് പേര് പർച്ചേസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ സ്റ്റോർ ആക്കിയപ്പോൾ നാച്ചുറലി ആ കുഞ്ഞു സ്റ്റോർ ആയിരുന്നപ്പോൾ ഉറപ്പായിട്ടും വന്ന് ഷോപ്പ് ചെയ്യുന്നവരുടെ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് അത്ര നല്ലതായിരുന്നില്ലായിരിക്കാം. കാരണം ഇറ്റ് വാസ് എ വെരി സ്മോൾ ഷോപ്പ്. പക്ഷെ ഇതെനിക്ക് തോന്നുന്നു ഓസി ഡീൽ ചെയ്യുന്ന പോലത്തെ ജ്വല്ലറിക്ക് ഇത്രയും വലിയൊരു സ്റ്റോർ ഐ തിങ്ക് റെയർ ആയിട്ടാണ് ഉള്ളത്. അപ്പം വിത്ത് സച്ച് ബ്യൂട്ടിഫുൾ ഇന്റീരിയേഴ്സ്. അപ്പം ട്രിവാൻഡ്രത്ത് ഉള്ളവർക്കാണെങ്കിലും ഇവിടെ വെബ്സൈറ്റിൽ നിന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നതല്ലാതെ യു ക്യാൻ കം ടു ദ സ്റ്റോർ ആൻഡ് പർച്ചേസ്. ട്രിവാൻഡ്രത്ത് ഇല്ലാത്തവർ ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറാണ്. അപ്പം എല്ലാം നല്ല അടിപൊളിയായിട്ട് ഡിസ്പ്ലേ ഒക്കെ ചെയ്തിരിക്കുമ്പോൾ വന്ന് കണ്ട് നോക്കി പർച്ചേസ് ചെയ്യാൻ ഐ തിങ്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്റ്റോറാണ് ദിയ ഇവിടെ കവ്യാർ കുറവാണ്. ഇറ്റ്സ് ലൈക്ക് ദ ഹാർട്ട് ഓഫ് ട്രിവാൻഡ്രം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ഇളയ ആൾക്കാണ്. എന്താണ് പറയുന്നത്? ഭയങ്കര ഭംഗിയുള്ളൊരു സ്റ്റോറാണ് വിത്ത് വെരി ബ്യൂട്ടിഫുൾ പീസസ്. എല്ലാവരും വിസിറ്റ് ചെയ്യണം. കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് അല്ലേ? ഫ്രണ്ട്സ് തന്നെ വരും കസ്റ്റമേഴ്സിന് എന്തോ. എന്റെ നെയിമിലുള്ളത് കുറച്ചുകൂടെ ലെഹങ്ക, ഫുൾ ഡിസൈനർ പീസ്, അത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് സൈഡിലോട്ടുള്ളതാണ്. വെഡിങ്സിനൊക്കെ നമ്മുടെ ഓസി വെഡിങ്ങിന് ഇട്ടില്ലേ? അതെ 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 അതെ. ഞാൻ എന്റെ വെഡിങ്ങിന് ഇട്ട ഒരു ലുക്ക് ഉണ്ടായിരുന്നു. ആ ടൈപ്പ് ഐറ്റംസ് ഈ ടൈപ്പ് ഏത് കാറ്റഗറി? ഷാനി കാറ്റഗറി വരുന്ന ഞാനിപ്പോ ഇട്ടേക്കുന്ന ഞാൻ ഈ ഇട്ടേക്കുന്നതോ ഇതൊക്കെ ഇഷാനിയ. ഇതെല്ലാം ഇഷാനിയ, എല്ലാം ഇഷാനി ടൈപ്പിൽ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, കൂടുതലും ഇഷാനി ടൈപ്പാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള പീസുകളുണ്ട്, എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. അപ്പൊ ഏത് കാറ്റഗറി അന്വേഷിച്ച് വരുന്നവർക്കായാലും വിൽ ബി ഏബിൾ ടു ഓഫർ ദാറ്റ്.
പിന്നെ എല്ലാവരുടെ പേരിലും ആയി അച്ഛൻ്റെ അമ്മയുടെയും പേരിലും കൂടെ കേരള നമ്മുടെ സുഹൃത്ത് അവരുടെ പേരിലോട്ട് ഹാൻഡ്ലൂം പ്രൊഡക്ട്സ് സ്റ്റോർ തുടങ്ങിയിട്ട് നമുക്ക് മേബി ഒരു മെൻസ് വെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്താൽ അത് നമുക്ക് എടുക്കാം. അമ്മയുടെ പേരിൽ ഹാൻഡ്ലൂംസ് ഒക്കെ തുടങ്ങുമല്ലോ സക്സസ് ആയി അങ്ങനെ. അതെ 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 അത് തുടങ്ങുമ്പോൾ മേബി അത് സിന്ധുവിനും മെൻസ് വെയർ കേക്ക് എന്നൊക്കെ നമുക്ക് ആക്കാം. പിന്നെ കിഡ്സ് വെയർ ആണെങ്കിൽ റൂമിന്നാക്കാം. അങ്ങനെ വീട്ടിൽ കുറെ പേരുള്ളൊരു കാറ്റഗറിയും കുറെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച്. ഇത് നന്നായിട്ട് പോകണം. ഇനി അടുത്ത ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണം, ഇനി അടുത്ത വേറെ സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇന്റർനാഷണൽ ആവണം. എനിക്ക് വേറൊരു പ്ലാനില്ല. ഇതെല്ലാം ഞാൻ പറഞ്ഞത് പുള്ളിക്കാരുടെയാണ്, എൻ്റെത് വേറെയാണ്. ഞാൻ തീരുമാനിച്ചിട്ടേ ഇല്ല. ബിസിനസ് മൈൻഡ് എങ്ങനെയാ ഭർത്താവെന്നുള്ള രീതിയിൽ നോക്കി കാണുന്നത്? അത് അപാരം, അത് ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ദിയാകൃഷ്ണയുടെ ഹസ്ബൻഡിനെ കാട്ടി ഞാൻ ദിയാകൃഷ്ണയുടെ ഫാനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ, ഞാൻ കട്ട ഫാനാണ്. ബിക്കോസ് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സാധാരണ ഒരു എന്താ പറയുക, ഒരു സ്ട്രെസ് ലെവലിലാണ് പോയേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു പ്രഗ്നൻസി ഇതാർക്കും അത് നമ്മുടെ ഈ ഇത്രയും എമൗണ്ട് ആക്ച്വലി നിങ്ങൾ സ്കാം എന്ന് പറഞ്ഞില്ലേ, ഒരാളുടെ ജീവിതം വേണമെങ്കിൽ തകർന്നു പോകാം. നമ്മളിപ്പോൾ ഒരു 50% ഓഫ് ആൾക്കാർക്ക് ആ ഒരു സ്കാം പറ്റുമെങ്കിൽ ചിലവർ വേറെ രീതിയിൽ ആക്ച്വലി വന്ന് നമ്മൾ തീരുമാനിക്കും, വേറെ ഒരു നെഗറ്റീവ് രീതിയിൽ നമ്മൾ തീരുമാനിക്കും. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് എല്ലാവർക്കും ഉള്ളൊരു മെസ്സേജാണ്. അതായത് നിങ്ങളുടെ ലൈക്ക് എന്താ പറയുക, വെൽത്ത് ഈസ് ലോസ്റ്റ്, നത്തിങ് ഈസ് ലോസ്റ്റ് ആക്ച്വലി. സോ നമ്മൾ ജയിച്ച് അങ്ങ് പൊയ്ക്കൊണ്ടേയിരിക്കണം. നമ്മളെ സമൂഹത്തിൽ ഒരു സ്ത്രീ കടന്നു പോകുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭീകരമാണ്. നമുക്ക് വാർത്തയിലൊക്കെ കാണാം. അപ്പോ ദിയാകൃഷ്ണ പോലത്തെ എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിനെ സ്കാം ചെയ്യുന്നു, അതും ഗർഭിണിയായിരിക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു സ്കാം നടന്നത് സ്ത്രീകൾ. അപ്പോ ദിയാകൃഷ്ണ അനുഭവിച്ച വേദനകളെല്ലാം അടുത്ത് കണ്ടൊരു വ്യക്തിയായിരുന്നു താങ്കൾ എന്ന് പറഞ്ഞതാണ്. അപ്പൊ അതിനൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? ഇല്ല, അതിന് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഭയങ്കര മെന്റലി പ്രശ്നമുണ്ടായിരുന്നു ആക്ച്വലി. പക്ഷെ നമുക്ക് വേറെ ഒരു വേ ഇല്ല, നമുക്ക് ജയിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു കട്ടായം തന്നെയാണ്. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഇല്ല സംഭവം. നമുക്ക് അത് ആലോചിച്ച് കരയണേം കാട്ടില് എങ്ങനെ ഉയരാന്ന് നമ്മൾ വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഈ കേസായിട്ട് ഇനിയിപ്പോ മുമ്പോട്ട് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ? അത് അതിന്റെ വഴി നടക്കട്ടെ എന്ന് വിചാരിച്ചു. ബിക്കോസ് അത് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒന്നുമേ ഇല്ല. അത് ഞാൻ പറഞ്ഞ പോലെ സത്യം ജയിക്കട്ടെ, ദൈവം ഉണ്ട്, അത് നമ്മൾ ജയിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വേറെ ഒന്നുമില്ല. എല്ലാരും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ തോറ്റേ പറ്റത്തുള്ളൂ, ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ജയിച്ചേ പറ്റത്തുള്ളൂ. അതായത് വാഴക്ക ഒരു വട്ടം പറഞ്ഞ പോലെ മേലെ ഇറക്കുറോം കീഴെ പോവാം, കീഴെ ഇറക്കുറോം മേലെ പോവാം, അത്രേ ഉള്ളൂ. അത് അപ്സ് ആൻഡ് ഡൗൺസ് എന്തായാലും ജീവിതത്തിൽ കാണും. സോ ഇത് നമ്മൾ നേരത്തെ ഇച്ചിരി ഡൗൺ ആയിരുന്നു, ഇപ്പൊ നമ്മൾ ഉയർന്നില്ലേ, നാളെ നമുക്ക് എന്ത് വേണോ പറ്റാം. സോ മേലെ പോറ തന്നെ വഴക്ക്. ഈ ദിയാകൃഷ്ണ എന്ന് പറഞ്ഞ വൈഫിനെ കണ്ടുമുട്ടോട്ട് നിങ്ങൾ പ്രണയവിവാഹമായിരുന്നു എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? നിങ്ങൾ ആദ്യം കണ്ട ഒരു നിമിഷം എന്തായിരുന്നു? അയ്യോ, നമുക്ക് ഇപ്പൊ നിങ്ങളുടെ വളർച്ചയെ അറിയാം. ഇപ്പൊ വളർച്ചയിലും താഴ്ചയിലും കൂടെ നിന്ന് അത്ര സപ്പോർട്ട് ചെയ്ത് താങ്കളായിരുന്നല്ലോ. ഞാൻ നിന്നല്ലേ പറ്റത്തുള്ളൂ. അതെ, നമ്മള് ഞാൻ ചുമ്മാ നിന്നേ ഉള്ളൂ, പുള്ളിക്കാരിയാണ് എല്ലാം ചെയ്തത്. അപ്പൊ നമുക്ക് ക്രെഡിറ്റ് നമുക്ക് ദിയാകൃഷ്ണനെ കൊടുക്കണമില്ല. ഞാൻ നിന്നതിന് പേരിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. എത്രയും നല്ലത് വന്നല്ലോ, നല്ല രീതിയിൽ പിടിച്ചങ്ങ് നിന്നല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മീഡിയ എല്ലാം നിങ്ങൾക്കെല്ലാം ഇത്രയും നേരം വന്നില്ലേ, ഇതെന്തായാലും നിങ്ങൾ ഓരോരോ ചാനൽ ഇടുമ്പോ ഒരു 10 പേരെങ്കിലും കാണത്തില്ലേ. അപ്പൊ നമുക്കൊരു ഫ്രീ അഡ്വർടൈസ്മെന്റ് അല്ലേ. അപ്പൊ നിങ്ങളും ഒരു പാർട്ടുണ്ട്, നിങ്ങളും കൂടെ നിന്നതിന് നന്ദി. ഇപ്പോഴത്തെ ഓസിയുടെ പുതിയൊരു സംരംഭത്തില് എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം? നമ്മൾ നേരത്തെ ഒരു പ്രോപ്പർ ഷോപ്പ് ഇല്ലായിരുന്നു. ഇതൊരു പക്ക പ്രോപ്പർ ഡിസൈനർ ഷോപ്പ് എന്ന് പറയാൻ പോലെ കുറച്ചുകൂടെ ഇറ്റ്സ് ബിഗ് ലെവൽ. അതായത് നമ്മൾ ഈ ഒരു ഷോപ്പ് ഒരു പ്രോപ്പർ ലെവൽ ഓഫ് നമ്മൾ ആണ് നോക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എല്ലാം പീസസും ഉണ്ട്, എല്ലാം സെക്ഷൻസും ഉണ്ട്. സോ ഇറ്റ്സ് എ പ്രോപ്പർ ഷോപ്പ്. നേരത്തെ ചെറുതായിരുന്നു, ഒരു ട്രെയിലർ എന്ന് പറയത്തില്ലേ, ഇത് നേരത്തെ ടീസർ എന്ന് പറയും, ഇത് വേണമെങ്കിൽ ട്രെയിലർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇനി ഉയരണ്ടേ, അതാണ്. അപ്പം അതിന് വെച്ച് ഫുൾ സ്റ്റോപ്പില്ല. നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂച്ചർ പ്ലാൻ നമുക്ക് ഒരു സ്ഥലത്ത് നിൽക്കാൻ താല്പര്യമില്ല. അപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, നല്ലത് നടക്കും. നിങ്ങളിപ്പോ കൊച്ചിയിലേക്കൊക്കെ അല്ലെങ്കിൽ കോഴിക്കോട് ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ മാറ്റാൻ താല്പര്യം? ഇതുവരെ അത് എവിടെ മാറ്റണമെന്ന് താല്പര്യമില്ല. പക്ഷെ മാറ്റണമെന്നല്ല, ഒന്ന് ആഡ് ഓൺ ചെയ്യണം, ഒന്ന് അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് നമ്മുടെ നല്ലപോലെ ഒന്ന് പോകണം. അത് കഴിഞ്ഞ് നമുക്ക്
നോക്കാം. പുള്ളിക്കാരുടെ തീരുമാനം എന്താണ്, എന്റെ മുതലാളിയെ എന്താണെന്ന് പറയണോ അതുപോലെ തന്നെ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സെയിലൊക്കെ വരുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യക്ക് പുറത്തൊക്കെ ഉണ്ടോ അതോ ഇല്ല, നമ്മുടെ കേരളത്തിൽ തന്നെ. കേരളത്തിൽ തന്നെ? കേരളത്തിൽ തന്നെ. മലയാളികളല്ലേ നമ്മളെ, അല്ലെങ്കിൽ അവരൊക്കെ വളർത്തിയതൊക്കെ ഒന്ന് മെജോറിറ്റി ഓഫ് ഇവിടെ തന്നെയാണ്, കേരള തന്നെയാണ്. ഈ നിങ്ങളുടെ സ്നേഹത്തിനിടയിലായാലും യൂട്യൂബിൽ കോണ്ടന്റ് ഇടുന്ന സമയത്തായാലും എന്തെങ്കിലും ചെറിയൊരു കാര്യം വരുമ്പോൾ തന്നെ ആളുകൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് കുറെ കമന്റ്സ് വരുന്നു. ഇതൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു ഇതായിട്ട് തോന്നുന്നുണ്ടോ? കാരണം വെച്ചാൽ ഇത്രയും ഞങ്ങൾ സർവൈവ് ചെയ്തിട്ട് പോലും ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നുള്ളൊരു സംഭവം എത്തുമ്പോഴുള്ളൊരു കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ വളർന്നത് ആ മീഡിയയിലാണ്. അവര് വളർന്നതായാലും ആ മീഡിയയിലാണ്. ആ സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു പവർഫുൾ ഇമ്പാക്റ്റിലാണ് വരുന്നത്. അവർ കുറെ നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ നേട്ടം ഉണ്ടാകുമ്പോൾ അവിടെ ക്രിറ്റിസിസം വരും. നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മുടെ സാധനം നിങ്ങൾക്ക് എല്ലാവരെയും കാണിക്കുകയാണ്. എല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെട്ട ജീവിതം ഭയങ്കര ബോറായി പോകും. മനസ്സിലായില്ല? നമ്മൾ ഇഷ്ടപ്പെടാത്തവർ കാണും. നമ്മളെ ഇഷ്ടപ്പെടാത്തതും കാട്ടി നമ്മുടെ വ്യൂസ് ഇഷ്ടപ്പെടാത്തവർ കാണും. മനസ്സിലായില്ല? അത് നമ്മൾ റെസ്പെക്ട് ചെയ്തതിൽ വരത്തുള്ളൂ. അതുകൊണ്ട് എന്ത് ക്രിറ്റിസിസം വന്നാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. ബിക്കോസ് നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞു. അപ്പം നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തതിലേ പറ്റത്തുള്ളൂ. അവർ പറയുന്നത് ശരിയാണെന്ന് ഞാൻ പറയത്തില്ല, അവർ പറയുന്നത് തെറ്റാണെന്നും പറയത്തില്ല. ഇപ്പൊ നമുക്കൊരു നല്ലത് കിട്ടിയാൽ പോലും അവർ പറയുന്നത് നല്ലതാണെന്ന് നമ്മൾ പറയത്തില്ല, ചീത്താണെന്നും പറയില്ല. അത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അത് നമ്മൾ എപ്പോഴും റെസ്പെക്ട് ചെയ്തിരിക്കണം. പിന്നെ എന്താ ഹേർട്ടാവും, അതെ, പക്ഷെ മനുഷ്യനല്ലേ. പക്ഷെ നമ്മൾ ഇങ്ങനെ രീതിയിൽ ബാക്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കൂട്ടം കളിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? കാരണം വെച്ചാല് ഭയങ്കര സൈബർ അറ്റാക്ക് ഒക്കെ നിങ്ങൾക്ക് ഇടയിൽ വരുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. നമ്മള് അതൊന്നും നമുക്ക് പറയാറായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഈ 10 പേർക്ക് പോലെ തന്നെ നിങ്ങൾക്ക് ഡിഫറെന്റ് ഓഫ് ഒപ്പീനിയൻസ് നിങ്ങൾ കാണുമല്ലോ, അത്രയുണ്ട്. അത് പിന്നെ കൂട്ടം വേറെ കൂട്ടം മറ്റേത് ഏതെന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് പറഞ്ഞ കാര്യമേ ഇല്ല. അത് നമ്മൾ പറയണമെങ്കിൽ ജീവിതകാലം മുഴുവൻ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ബാക്കിൽ രാഷ്ട്രീയമുണ്ടോ, മറ്റതുണ്ടോ, ഇതുണ്ടോ. ലൈഫ് ഫുൾ ഓഫ് പോസിബിലിറ്റി. ആരുണ്ടായാലും അവരൊരു മനുഷ്യരാണ്. അവരവരുടെ ഒപ്പീനിയൻ ഉണ്ട്, അവരവരുടെ വ്യൂ പോയിന്റ് ഉണ്ട്. സോ അതിൽ അവർ പറയട്ടെ. ബിക്കോസ് വളർന്നത് ആ സോഷ്യൽ മീഡിയയിലായതുകൊണ്ട് ഇതും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഇത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ബിക്കോസ് നാളെയും ഇതിൽ കൂടെ തന്നെയാണ് വരുന്നത്. ഇതും സോഷ്യൽ മീഡിയ തന്നെയാണ്. ഒരു കാര്യം മനസ്സിലായി, ദിയയുടെ വിജയത്തിന് പിന്നിൽ താങ്കളാണെന്ന്. അല്ലല്ല, ദിയയുടെ വിജയം ദിയ തന്നെയാണ്. ഞാൻ ഇത്ര ഒബ്സർവേഷൻ ഒരു എടുക്കാന്നുള്ളൊരു തീരുമാനമായാലും ബിക്കോസ് ഇതിന്റെ താഴെ വരുമല്ലോ ആര്, ഇവനൊക്കെ ആരെന്ന്, അത്രേ ഉള്ളൂ. അപ്പൊ പറഞ്ഞിരുന്നാ മതി. നിങ്ങൾ തന്നെ വീഡിയോ ഇടുന്ന ഒരു ഇതൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ചുമ്മാ അവര് കൺഫ്യൂസ് ആയി പോകും ആരാണെന്ന്. ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ട് പുതിയൊരു സംരംഭം തുടങ്ങിക്കാണ്? എങ്ങനെയുണ്ടായിരുന്നു? എല്ലായിടത്തും നോക്കി പറഞ്ഞു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പിന്നെ അഫ്കോഴ്സ് എന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുള്ള എല്ലാവരുടെയും സപ്പോർട്ടും കൊണ്ട് എന്റെ കസ്റ്റമേഴ്സിന്റെ സപ്പോർട്ടും കൊണ്ട് നമുക്ക് ഇന്നിപ്പോ ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. അതിന് മുമ്പ് ഞാൻ ആദ്യം ഒരു നന്ദി പറയുന്നത്, അന്ന് നമുക്കറിയാം ചെറിയൊരു വിഷയമുണ്ടായ സമയത്തും പൂർണ്ണമായ പിന്തുണ നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടായി. അതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ. കാരണം വെച്ചാൽ അന്ന് ആ പ്രശ്നം തരണം ചെയ്യാൻ എല്ലാ ജനവിഭാഗത്തിനും അതിൻ്റെ മീഡിയയുടെ വലിയൊരു സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഒരു വിഭാഗം നമുക്കെതിരെ തിരിഞ്ഞപ്പോഴും ബഹുഭൂരിപക്ഷം നമുക്കായി സംസാരിച്ചു. അപ്പോൾ ആ പ്രശ്നം തരണം ചെയ്യാൻ അന്ന് നിങ്ങളുടെ സഹായം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു പുതിയ ഷോറൂം മകള് ദിയ ഓപ്പൺ ചെയ്തിരിക്കുന്നു, ദിയ അശ്വിനുമുണ്ട്. അപ്പോൾ ഇവർക്ക് തുടർന്നും ഉള്ള എല്ലാവിധ പിന്തുണയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു മുൻകൂർ നന്ദി പറയുന്നു ഇനി നിങ്ങൾ തരാൻ പോകുന്ന സഹായ സഹകരണത്തിന്. എല്ലാവരും ഇത്രയും പേരോട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. താങ്ക് യു സോ മച്ച്. നമ്മുടെ അടുത്ത് സാരി ഉണ്ട്, വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേഞ്ചിലുള്ള പല മെറ്റീരിയൽസിന്റെ സാരി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഓരോ കാറ്റഗറീസ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് ദിയ, അഹാന, ഇഷാനി, ഹൻസിക, അങ്ങനെ നമ്മുടെ 4 പേരുടെ പേരിലാണ് വരുന്നത്. അഹാന എന്ന് പറയുമ്പോൾ സാരിയുടെ കാറ്റഗറിയാണ്. ദിയ എന്ന് പറയുമ്പോൾ ഡയമണ്ട് ലുക്ക് ലൈക്ക് കളക്ഷൻസ് ആണ്. ഇഷാനി എന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യൻ ജ്വല്ലറി ആണ്. ഹൻസിക എന്ന് പറയുമ്പോൾ ഫുള്ളി ഡിസൈനർ പീസുകളാണ്, എക്സ്ക്ലൂസീവ് പീസുകളാണ്. അതെ, അപ്പൊ ഇങ്ങനെ 4 വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ എന്ത് ടൈപ്പ് നോക്കി വരുന്നതൊക്കെയായാലും ഗെറ്റ് ഇറ്റ് ഹിയർ. ആ ഒരു പ്രോമിസ് എനിക്ക് തരാൻ പറ്റും. ഐ എം ഹോപ്പിംഗ് ടു ഗെറ്റ് എ ലോട്ട് ഓഫ് ന്യൂ കസ്റ്റമേഴ്സ്. ആൻഡ് നമ്മുടെ പഴയ കസ്റ്റമേഴ്സ് ഓഫ്കോഴ്സ് ലോയൽ കസ്റ്റമേഴ്സ് ഒത്തിരി പേരുണ്ട്. ഐ എം എക്സ്പെക്ടിങ് എ ലോട്ട് ഓഫ് ന്യൂ കസ്റ്റമേഴ്സ് ആസ് വെൽ ഇവിടെ. അവിടെ ഞാൻ പറഞ്ഞൊരു തീർത്ഥം ഞാൻ ഓസി അശ്വിനും കൂടി തുടങ്ങി വന്നു. ഓസിയും അശ്വിനും ഓമിയും കൂടി ഉണ്ട്. അത് പറയാൻ വിട്ടു. അതെ, അശ്വിന്റെ ഹെൽപ്പ് കൊണ്ടാണ് സത്യം പറഞ്ഞ ഇവിടെ ഒരുപാട് എന്റെ വെബ്സൈറ്റിലെ കാര്യമായാലും
ബാർകോഡിന്റെ എല്ലാം ഒരുപാട് കാര്യങ്ങൾ അശ്വിന്റെ സപ്പോർട്ട് കാരണം ഇന്ന് ഈ ഒരു ഡേറ്റ് സത്യം പറഞ്ഞാൽ ഇവിടെ ലോഞ്ച് ചെയ്യാൻ പറ്റിയത്. സോ അശ്വിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. അല്ല, അതിന് അച്ഛൻ്റെ അമ്മ നന്ദി പറയണം. അന്ന് അവർ പഠിപ്പിച്ച് വിട്ടോണ്ട് അതെ 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 അവരോടാണ് ഫസ്റ്റ് താങ്ക് യു. അഫ്കോഴ്സ് അത് എടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല നമുക്ക് പുതിയ സ്റ്റാഫുകൾ എല്ലാവരും വെൽ ട്രെയിൻഡ് ആണ്. പിന്നെ അച്ഛന്റെ ഓഫീസിൽ അച്ഛനും സന്തോഷം അച്ഛന്റെ ഫ്രണ്ട് സന്തോഷങ്ങളും കൂടെ ചേർന്നാണ് ഇവരെല്ലാവരും റിക്രൂട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് അവരുടെ എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത്തവണ വെരി വെൽ പ്രിപ്പയർഡ്. അത് എന്തൊക്കെ പറഞ്ഞാൽ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. അതായത് ഇതിനകത്ത് ബേസിക് സംഭവം എന്ന് വെച്ചാൽ ഒരാൾ കക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇപ്പോഴും നല്ല. അപ്പം നമ്മുടെ ഭാഗത്ത് നമ്മൾ ഒരു എറ്റേണൽ വിജിലൻസ് എന്ന് പറയും. എപ്പോഴും നമ്മൾ അലേർട്ടായിരിക്കണം. പക്ഷെ ലോകത്ത് നമ്മൾ കാണാറില്ലേ, ഒരു പുതിയ സ്കാം വരുമ്പോൾ അത് തടയാൻ വേറൊരു സാധനം കൊണ്ടുവരും, അതിനെ മറികടക്കാൻ വേറെ വരും. അത് ലോകം അങ്ങനെയാണ്. അപ്പം അത് മനുഷ്യരിൽ നന്മ വളർന്നു വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒരു അളവിലെ പരിഹരിക്കും. പക്ഷെ നമ്മൾ ജാഗരൂകരായിരിക്കണം. നിങ്ങളുടെ ചോദ്യം ശരി തന്നെയാണ്. നമ്മളും കൂടി കുറച്ചുകൂടി അലേർട്ടായിരിക്കണം. അതൊരു ദൈവാധീനം തന്നെ പറയാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഈ അദൃശ്യ ശക്തികൾ എന്ന് പറയും. ആ സമയത്ത് നമ്മളെ കേരളത്തിൽ ഒന്നടങ്കം ഇപ്പോൾ ഇതിനകത്ത് ജാതിയോ രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കാതെ ഒന്നടങ്കം ആൾക്കാർക്ക് തോന്നി നമ്മുടെ ഭാഗത്ത് ശരിയുള്ളത്. പക്ഷെ അതന്നും ഇന്നും ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും ജീവിതത്തിൽ സത്യം ശീലമാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്കെന്നും നമ്മളെ സഹായിക്കാൻ ശക്തികൾ വരും. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി ഈ നല്ല ചൂട് സമയത്ത് ഇത്ര നേരം കാത്തു നിന്ന് അവർക്ക് കൂടുതൽ അറിയത്തില്ലെന്നാണ് വന്നിട്ടാണ് അറിയുന്നത് അവരവരുടെ പേരിലൊരു സപ്പോർട്ട്. ഞാൻ സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയായിരുന്നു ആക്ച്വലി.